സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ഇപ്പോൾ ഒരു വലിയ വാദപ്രതിവാദവും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കം വളരെ സിമ്പിളാണ്. സുപ്രീം കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ വരുന്നു. പോക്സോ കേസുകളാണ്. എല്ലാവർക്കും 18 വയസ്സിന് താഴെയാണ്. അതിൽ 16 മുതൽ 18 വയസ്സിനകത്തുള്ളവരാണ് കൂടുതൽ പോക്സോ കേസ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അമിക്കസ് ക്യൂറിയ വെച്ചു. അപ്പോൾ അമിക്കസ് ക്യൂറി ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ കുറേ ഡേറ്റയെല്ലാം കളക്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് 16 വയസ്സിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം കൊടുത്തുകൂടാ. ഒരു 14 വയസ്സാകുമ്പോൾ അവർ 14, ചില പെൺകുട്ടികൾ 13, ചിലർ 14 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും പ്രായപൂർത്തിയാകുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ 16 വയസ്സിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ലൈംഗികമായ ഇടപെടലിന് അവസരം കൊടുത്തുകൂടാ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് അമിക്കസ് ക്യൂറി വച്ചിട്ടുണ്ട്. കോടതി വേറെ ആ ഒരു ലൈനിൽ ചിന്തിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് 18 വയസ്സ് കഴിയാതെ ഒരു കാരണവശാലും പെൺകുട്ടികൾക്ക് ലൈംഗികമായ സ്വാതന്ത്ര്യം കൊടുക്കരുത്. കാരണം അത് 2-3 പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ലൈംഗികത എന്താണ്, സെക്സ് എന്താണ് എന്നറിയാത്ത പ്രായത്തിൽ കുട്ടികളിത് ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പെൺകുട്ടികൾ അവിഹിതമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ പണത്തിന് വേണ്ടിയോ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയോ ട്രാപ്പ് ചെയ്തോ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റൊരാളിൻ്റെ മോഹവലയത്തിൽ വീണ്, പുരുഷന്മാരുടെ മോഹവലയത്തിൽ വീണ് ഇത് ചെയ്തു പോയാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൽ ഒരു പക്ഷേ സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഗർഭിണിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ അറിയണമെന്നില്ല. മാത്രമല്ല, എന്തിനാണ് ഈ 16 വയസ്സിൽ ലൈംഗികതയും ഈ പറയുന്ന കല്യാണം കഴിപ്പിക്കാനും ബഹളം കാണിക്കുന്ന? കുട്ടികൾ പഠിക്കട്ടെന്നേ, പെൺകുട്ടികൾ നന്നായി പഠിക്കട്ടെന്നേ. പെൺകുട്ടികൾ നന്നായി പഠിച്ച് അവർക്കൊരു 20-25 വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കണം. 25 വയസ്സ് കഴിയുമ്പോൾ അവർ നല്ല പക്വതയൊക്കെ വരും. ചിലപ്പോൾ 25 വയസ്സെന്ന് പറയുമ്പോൾ ഒരു PhD എടുക്കാനുള്ള സമയമാകും. 20 വയസ്സ്, ഒരു 24 വയസ്സൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് പോയാൽ ഒരാളിന് PhD എടുക്കാൻ പറ്റും. അല്ല, 26 വയസ്സൊക്കെ ആവും. കാരണം 17 വയസ്സാകുമ്പോൾ +2, 17, 3, 20, 22, 4, 26 വയസ്സ്, ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ PhD എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ജോലിയൊക്കെ കിട്ടാനുള്ള IAS ഒക്കെ എഴുതി തുടങ്ങാൻ പറ്റുന്ന സിവിൽ സർവീസ് ആ ഒരു പ്രായമാവും. അപ്പോൾ ഒരു 10, 25, 26, 25 വയസ്സിൽ നോക്കി തുടങ്ങുക, ഒരു 26. ആ ഒരു പ്രായം വരെ ശരിക്കും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇത് പുരുഷന്മാരെല്ലാം കൂടെ ആവേശപ്പെട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് അവന്മാരെല്ലാം കൂടെ പോക്സോ കേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതല്ല പരിഹാരം. അതിന് വേണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ എന്താ പറയുക, മറ്റ് വിദേശ രാജ്യങ്ങൾക്കുള്ളതുപോലെ ലൈംഗിക കേന്ദ്രങ്ങൾ, സെക്ഷുവൽ സെൻറ്റേഴ്സ് നിങ്ങൾ തുടങ്ങി കൊടുക്കൂ. അവിടെ പോകട്ടെ. 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരോ അല്ലെങ്കിൽ അതിനുള്ള പ്രായപൂർത്തിയായവർ അവിടെ പോയി അവരുടെ സെക്സ് ആസ്വദിക്കട്ടെ. അവർ എന്തോ ചെയ്തോട്ടെ. അവിടെയെല്ലാം 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ അവിടെ ചെയ്യട്ടെ. അവർക്ക് അതിൻ്റെ സുരക്ഷിത മാർഗ്ഗങ്ങൾ കൊടുക്കുക, അവർക്ക് ലൈസൻസ് കൊടുക്കുക. അങ്ങനെ സെക്സ് പാർലറുകൾ ആലോചിച്ച് കുറിച്ചൊക്കെ ചിന്തിക്കുക. അല്ലാതെ 16 വയസ്സായ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ സെക്സ് ചെയ്യാം, അത് തെറ്റല്ല, അതിന് താഴോട്ട് വന്നാലേ പോക്സോ കേസ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യാപകമായ രീതിയിലായിരിക്കും പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു റൗണ്ട് കൂടി ആണുങ്ങൾക്കൊരു അവസരം കൊടുക്കുന്നതാണ്. എങ്കിൽ ഇപ്പോൾ 18 വേണ്ട, 16 വയസ്സുള്ള കുട്ടികളെ തന്നെ കൈകാര്യം ചെയ്യാമല്ലോ, 17 വയസ്സുള്ള കുട്ടികളെ, കുറച്ചുകൂടി ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യാമല്ലോ എന്നുള്ള ഒരു ചിന്ത വന്ന് അവരെ നശിപ്പിക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. അവരൊരു ഡിഗ്രി എടുത്തൊരു മിനിമം ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 20 വയസ്സ് വേണം. ഒരാൾ ഡിഗ്രി എടുത്തവരെ 20, അത്രയെങ്കിലും കുട്ടികൾ പഠിക്കട്ടെ. കുട്ടികൾ പഠിച്ച് പെൺകുട്ടികൾ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച്, ഒരു തൊഴിലിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച്, ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നതിനെങ്കിലും കുട്ടികളൊന്ന് പ്രാപ്തരായി ശാരീരികമായും മാനസികമായൊക്കെ ഒരു പക്വത വരട്ടെന്നേ. ഇത് 12 വയസ്സിലും 16 വയസ്സിലും കല്യാണം കഴിച്ച് സെക്സ് ആവാമെന്നൊക്കെ പറഞ്ഞ് ഒഫീഷ്യലാക്കി 18, 20, 30 വയസ്സൊക്കെ ആകുമ്പോൾ 4, 5 പ്രസവിച്ച്, പല സമുദായത്തിലും അങ്ങനെ ആണല്ലോ. ചിലയിടത്ത് 2 പ്രസവിച്ച്, ചിലർ 4 പ്രസവിച്ച്, 5 പ്രസവിച്ച്, ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നിനും കൊള്ളാത്ത കരിമ്പിൻ ചണ്ടി പോലെ ആകുന്ന രീതിയിലേക്ക് വരരുത്. അവരും ജീവിതം ആസ്വദിക്കട്ടെ. ഈ ആസ്വാദ്യം സെക്സിലല്ല, അതിന് കുറച്ചുകൂടി സമയമെടുത്തിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. തീർച്ചയായും സുപ്രീം കോടതി അമിക്കസ് ക്യൂറി പറയുന്നതിനകത്ത് വീഴരുത്. കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ളൊരു നിലപാട്. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ആലോചിക്കാവൂ. അതുവരെയുള്ളതെല്ലാം പോക്സോ കേസിൽ തന്നെ നിർത്തണം. അല്ലെങ്കിൽ ഇല്ലാതാകുന്നത് പെൺകുട്ടികളുടെ ജീവിതമാണ്, അവരുടെ സുരക്ഷയാണ്.